ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഊണിൻ്റെ റെസിപ്പിയും കൊണ്ടാണ്. നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഊണ് എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് ഒരു മോരൊഴിക്കാത്ത മോരുകറി, അതുപോലെ നല്ലൊരു അയല ഫ്രൈ ആണ് കേട്ടോ. ഇത് നമ്മൾ അയല നിറച്ചിട്ടാണ് പൊരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പയർ തോരനും കൂടെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാനിന്ന് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഊണാണ് കേട്ടോ അത്. അപ്പോൾ ഈ മോരൊഴിക്കാത്ത മോര് കറി നമ്മൾ ഇറച്ചിൻ്റെ മീനിൻ്റെ കൂടെയൊക്കെ മോരും തൈരും കൂട്ടാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ ഈ ഊണ് എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചോറ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ കുക്കറിലാണ് ചോറ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ചോറ് വെക്കണ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റേ അടുപ്പിലേക്ക് അത് മാറ്റി വെക്കാം. ഞാനൊരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു ഉള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉള്ളിക്ക് പകരം സമയം ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കാനുള്ള ടൈം ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഓയിലിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഉള്ളി ഇട്ടിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് വയന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ള വെളുത്തുള്ളിയാണ് ചേർക്കേണ്ടത്. ഒരുപാട് മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് തന്നെ നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും കൂടെ ഇട്ടെടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂർ പോലും വേണ്ട കേട്ടോ നമുക്ക് ഈ ഒരു ലഞ്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ രണ്ടടുപ്പിലും കൂടെ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്നാവും. ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 2 മീനാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ മീൻ ചെയ്യുകയാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇതിനെ ഉള്ള ഫില്ലിങ് റെഡിയാക്കുക കേട്ടോ. തക്കാളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് മസാലപ്പൊടികളൊന്നും ചേർക്കണില്ല, പച്ചമുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു കുറച്ച് പച്ചമുളക് ചേർക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. നല്ല സ്പൈസി ആയിട്ടൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അത്രയും മുളകൊക്കെ ചേർക്കുക കേട്ടോ. നമ്മൾ എരിവൊക്കെ വളരെ കുറച്ച് കഴിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് എൻ്റെ എല്ലാ റെസിപ്പിയിലും ഞാൻ പറയാറുണ്ട് മുളകിൻ്റെ അളവ് ഞാൻ പറയും. എല്ലാവർക്കും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം. എന്നിട്ടിത് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ തക്കാളി പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട്. ഇത്രയും മതി നമുക്ക്. ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഞാൻ 2 മീനാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തലേൻ്റെ ഭാഗമൊക്കെ ഞാനൊന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. തല മുഴുവനായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ അങ്ങനെ മുഴുവനായിട്ട് തന്നെ എടുക്കുക കേട്ടോ. ഞാനിതുപോലെ കീറി വെക്കുകയാണ് മീൻ. അപ്പോൾ ഞാനത് എങ്ങനെ ചെയ്യുന്നത് കാണിക്കാം. മീനിൻ്റെ ഈ ഭാഗം എടുത്തിട്ട് നമ്മൾ കത്തി വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കത്തിയുടെ ഭാഗം ഇങ്ങനെ കയറ്റി കൊടുത്താൽ ശരിക്കായിട്ട് തന്നെ കീറി വരും. അപ്പോൾ ഈ ഭാഗം പൊട്ടിപ്പോകാതെ വേണം നമ്മളിത് കീറി കൊടുക്കാനായിട്ട്. അപ്പോൾ 2 മീനും ഞാൻ കീറി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വരഞ്ഞു കൊടുക്കാം. ഉള്ളിലേക്ക് ഒരുപാട് ഇറക്കി വരരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങൊക്കെ പുറത്ത് വരും. ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക, മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് മീൻ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് നിറച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിറക്കാം കേട്ടോ. നമ്മൾ പതുക്കെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അധികം ഒന്നും പൊട്ടി പുറത്തേക്കൊന്നും പോവില്ല. അപ്പോൾ നമുക്ക് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് ആ ഉള്ളിലെ ഫില്ലിങ്ങും കൂട്ടി കഴിക്കുമ്പോൾ. മീനിൻ്റെ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പായിരിക്കുമല്ലോ. അപ്പോൾ ഉൾഭാഗത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ മസാലയും കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എപ്പോഴും അയിലൊക്കെ എല്ലാവർക്കും കിട്ടുന്നൊരു മീനാണ്, ആർക്കും കിട്ടാനൊരു ബുദ്ധിമുട്ടില്ലാത്തൊരു മീനാണ് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ ഞാൻ ചെയ്ത് കാണിക്കുന്നത് അതുകൊണ്ടാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് 2 മീനും ഇതുപോലെ തന്നെ നിറച്ച് കൊടുക്കാം.
ഇത് കൂടുതൽ സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നല്ലോണം പച്ചമുളകൊക്കെ നിങ്ങൾ ചേർക്കുക കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് മസാലപ്പൊടികളൊന്നും ചേർക്കാതിരിക്കണം നല്ലത്. നമ്മൾ മീനിൽ മസാലകളൊക്കെ തേക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ 2 മീനും ഞാൻ നിറച്ചിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടെ ഒക്കെ നമുക്ക് നിറക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇത് നമ്മൾ മസാല ഒന്ന് പുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി ഒന്ന് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. പുളിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത്. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ മീനൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം മുളകും കുരുമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ കൂട്ടി കൊടുക്കുക. നല്ല എരിവ് കഴിക്കുന്നവരാണെങ്കിൽ അത്രയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ മീനെടുത്തിട്ടൊന്ന് മീനിൻ്റെ മുകളിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പം നമ്മൾ കറിയും ഉപ്പേരിയൊക്കെ വെക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ലാസ്റ്റ് നമുക്ക് മീൻ ഫ്രൈ ചെയ്താൽ മതി. അതുവരെ മീനിൽ മസാലയൊക്കെ നല്ലോണം പിടിച്ചോളും. നന്നായിട്ട് തന്നെ മസാല തേച്ച് കൊടുക്കുക. നമുക്ക് ഉള്ളിലും അതുപോലെ തന്നെ വരഞ്ഞ ഭാഗത്തും ഒക്കെ നന്നായിട്ട് തന്നെ മസാല ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് കട്ടിയുള്ള ഏത് മീനിൽ വേണമെങ്കിലും ഈ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ ഫില്ല് ചെയ്തിട്ട് കട്ടി കുറഞ്ഞ മീനാകുമ്പോൾ നമുക്ക് ഫില്ലിങ് വെക്കാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കട്ടിയുള്ള ഏത് മീനാണെങ്കിലും നമുക്കിതുപോലെ ചെയ്യാൻ പറ്റും. ഇതിന് മുമ്പ് ഞാനൊരു നാടൻ അയല റോസ്റ്റ് പറഞ്ഞിട്ട് അയല വെച്ചിട്ട് തന്നെ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അതൊരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ അന്ന് ചെയ്തിട്ടുള്ളത്. സാധാരണ റോസ്റ്റ് അല്ല, നമ്മൾ മീൻ ഫ്രൈ ചെയ്തിട്ട് റോസ്റ്റാക്കി എടുക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതൊക്കെ നമുക്ക് വീട്ടിലെപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഓരോ റെസിപ്പികളാണ്. അപ്പോൾ നമുക്കിത് കുറച്ച് സമയം മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി റെഡിയാക്കാം. അപ്പോൾ ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറുനാരങ്ങൻ്റെ വലുപ്പത്തിലുള്ള ഒരു പുളിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ഞാൻ മൺചട്ടിയിലാണ് വെക്കുന്നത്. നമ്മൾ ഈ കറി ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ പുളി ഞാനൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇത് നമ്മൾ തിളക്കാൻ സമ്മതിക്കരുത് കേട്ടോ. അങ്ങനെ ഇളക്കി കൊടുക്കുക. മഞ്ഞളിൻ്റെ പച്ച ടേസ്റ്റ് മാറും വേണം, പക്ഷേ ഈ പുളിവെള്ളം തിളക്കാൻ പാടില്ല. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ തേങ്ങ ചിരകിയത് ഒരു 6 അല്ലി വെളുത്തുള്ളി, അതുപോലെ 6 ചെറിയ ഉള്ളി, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ. അതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ അരി കുതിർത്തതാണ്, പച്ചരി. ഇതിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മൾ തേങ്ങ അരച്ചത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി നമുക്ക് ആ ഒരു ഇത് കഴുകിയതും കൂടെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തേങ്ങ അരച്ച് ഒഴിച്ചതിന് ശേഷം ഇത് തിളക്കാൻ സമ്മതിക്കരുത് കേട്ടോ. നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി വേണത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ കറി നമുക്ക് കുറച്ച് ദിവസം വെക്കാനൊക്കെ പറ്റും കേട്ടോ. 2 ദിവസം വെക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു കറിയാണ്. നന്നായിട്ട് തന്നെ ഇളക്കി നമുക്ക് തേങ്ങൻ്റെ ആ ഒരു പച്ചപ്പ് മാറ്റിയെടുക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട്. കറി നന്നായിട്ട് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറവിടുകയാണ് നമ്മൾ. വെളിച്ചെണ്ണയിലാണ് ഞാൻ വറവിടുന്നത് കേട്ടോ. കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടുന്ന സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകുമാണ് ചേർക്കേണ്ടത്.
അപ്പോൾ നമ്മൾ ഈ കറിയിൽ മുളക് പൊടിയും അതുപോലെ പച്ചമുളകൊന്നും ചേർക്കാത്തതാണ് കേട്ടോ. അതാണ് ഈ കറീൻ്റെ ഒരു പ്രത്യേകതയും കൂടെ അതാണ്. ഇനി കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 2 ഉണക്കമുളകും കൂടെ ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ മുളകിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഉണക്കമുളകും കൂട്ടി കഴിക്കുക. എരിവ് വേണ്ടവർക്ക് ഈ ഉണക്കമുളകും കൂട്ടിയിട്ടൊന്ന് കഴിച്ചാൽ മതി. അതൊന്ന് ഞെരടി കൊടുത്താൽ മതി കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഈ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയാണ് കേട്ടോ അത്. മോരില്ലാത്തൊരു മോര് കറി. ഇത് ഇറച്ചിൻ്റെ മീനിൻ്റെ കൂടെയൊക്കെ മോരും തൈരൊക്കെ കഴിക്കാത്തവർക്ക് പറ്റുന്ന നല്ലൊരു കറിയാണിത്. ഇനി നമുക്ക് പയർ വെച്ചിട്ടൊരു തോരൻ റെഡിയാക്കാം. അപ്പോൾ ഞാനൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കറിവേപ്പില ഞാൻ കഴുകിയെടുത്തിട്ട് വെള്ളമുള്ളതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ആ ഒരു ഇത് വരുന്നത്. കുറച്ച് പയർ അരിഞ്ഞെടുത്തിട്ടുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ നല്ലൊരു തോരനാണ് കേട്ടോ. നമുക്ക് പയർ അരിഞ്ഞെടുക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാം കൂടെ ഒന്ന് കൂട്ടി പിടിച്ചിട്ട് പെട്ടെന്നുണ്ട് നമുക്ക് അരിഞ്ഞെടുക്കാനൊക്കെ. അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഊണാണ് കേട്ടോ അത്. നമുക്ക് കറിക്കാണെങ്കിലും നമുക്ക് ഒരുപാട് അരിഞ്ഞെടുക്കേണ്ട ഒരു ആവശ്യമില്ല ഇതിന്. നമുക്ക് ചെറിയ തീയിലിട്ടിട്ടൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. നമ്മുടെ ആ തീയിൽ കിടന്നിട്ട് ആ ആവിയിൽ കിടന്നിട്ട് തന്നെ നമ്മൾ പയർ വേകണം. അതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. വെള്ളം ഒഴിക്കരുത്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കുക കേട്ടോ. ഒന്നുകൂടെ ഒന്ന് അടിച്ചു വെക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. കുറച്ച് തേങ്ങ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ അടിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്താൽ മതി. വളരെ പെട്ടെന്ന് കുക്കിംഗ് ടൈമൊക്കെ വളരെ കുറഞ്ഞ സമയം മതി നമുക്ക് ഈ പയറൊക്കെ ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് വെന്ത് വെള്ളം വാർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്യേണ്ട ഒരു ഇതും കൂടെ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ടുണ്ട് ഒരു പാനിൽ. ഇതിലേക്ക് നമുക്ക് മസാല തേച്ച് വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് മുങ്ങിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫില്ലിങ്ങൊക്കെ ചിലപ്പോൾ പുറത്ത് പോകും. അപ്പോൾ ഇതുപോലെ കുറച്ച് ഓയിലിൽ ചെയ്യുകയാണെങ്കിൽ ഫില്ലിങ്ങൊന്നും സംഭവിക്കില്ല കേട്ടോ. ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് മറ്റേ ഭാഗം കൂടെ നന്നായിട്ട് തന്നെ ഫ്രൈ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ചോറൊക്കെ കറിയും മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ പ്ലേറ്റൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പാത്രങ്ങളൊന്നും കഴുകേണ്ട ആവശ്യം ഉണ്ടാവില്ല. കറി എല്ലാം നമ്മൾ സെപ്പറേറ്റ് ഇങ്ങനെ എടുക്കുമ്പോൾ ആ പാത്രങ്ങളൊക്കെ നമുക്ക് കഴുകേണ്ടി വരില്ലേ. മറ്റേത് എല്ലാം ഒരു പാത്രത്തിലാവുമ്പോൾ നമുക്ക് പാത്രം കഴുകാനൊക്കെ കുറച്ചും കൂടെ ഈസിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഊണാണ് കേട്ടോ അത്. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.